ആ മോനെ പറയടാ, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ആ സുഖമായിട്ടിരിക്കുന്ന അച്ഛാ. പിന്നെ അവനെന്തിയേ നിങ്ങടെ ഉണ്ണിക്കുട്ടൻ? ഉണ്ണിക്കുട്ടൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതുവരെ അവൻ എണീറ്റിട്ടില്ല. ഏ അവിടെ ഇപ്പൊ ഉച്ചയായി കാണുമല്ലോ, പിന്നെന്താ? എങ്ങനെ എണീക്കാനാ? പാതിരാത്രി ആകുമ്പോഴല്ലേ അവൻ കയറി വരുന്നത്. അപ്പൊ ക്ഷീണം കാണും. അച്ഛൻ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുത്തേ. ശരി ശരി. കുഞ്ഞാവ കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലയോ? ഉണ്ണിക്കുട്ടാ. എന്താടാ കുട്ടാ, എന്തിനാ നീ എന്നെ വിളിച്ചേ? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? വന്നേ. ഡാ, പപ്പയായിരുന്നു. നട്ടുച്ചയ്ക്ക് കുഞ്ഞാവ സ്വപ്നം കാണുമായിരുന്നു. ഇതായതിന്റെ ബോസ് വിളിക്കുന്നു. ബോസോ? ഹലോ ബോസേ. നീ ശരിക്കും ആളങ്ങ് മാറിപ്പോയാലോടാ. എന്താ ബോസേ അങ്ങനെ പറഞ്ഞേ? നീ 2 ദിവസം മുമ്പേ ബാറിൽ അങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കിയോ? ഓ അതായിരുന്നു എന്റെ ബോസ് തന്നെ അത് ചോദിക്കണം. ഞാനാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ചുമ്മാ ഒരു കമ്പനിക്ക് ഒന്ന് ബാറിൽ പോയതാ. എന്തിന്? സിനിമ കാണാൻ? എന്റെ ബോസെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങള് ബാറിൽ നിന്ന് തിരിച്ചിറങ്ങാൻ നേരം ഒരു 3 അവന്മാര് വന്നിട്ട് എന്നോടൊരു ചോദ്യം, റോബോട്ടുകൾക്ക് എന്താടാ ബാറി കാര്യം? ഞാൻ ഒന്നും മിണ്ടാതെ നടന്നു പോയതാ. അപ്പൊ അതിലൊരുത്തന് എന്നെ പിടിച്ച് ഒറ്റ തള്ളു. ബോസിന് അറിയാമല്ലോ, എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അപ്പ എന്റെ കൺട്രോൾ പോകും. പിടിച്ച് തള്ളിയവന് ഞാനും പിടിച്ചൊരു തെള്ളു കൊടുത്തു. അവനാണെങ്കിൽ തെറിച്ചു പോയി വീണ് ഒരു കാറിന്റെ മുകളിലാണ് വീണത്. കാറിന്റെ ഗ്ലാസും പൊട്ടി, അവന്റെ തലയും പൊട്ടി. അപ്പൊ ഇത് കണ്ടപ്പോ രണ്ടാമത്തെ അവൻ എന്നെ ഇടിക്കാൻ വന്നു. ഞാൻ അവന് ഒറ്റ ഇടി കൊടുത്തു. ഇടി കൊണ്ട് അവൻ തെറിച്ചു പോയി വീണത് മതിലും തകർത്ത് അപ്പുറത്തെ റോഡില. അവന്റെയും തല പൊട്ടി. ഇത് കണ്ട് മൂന്നാമത്തെ അവൻ എന്നെ ചവിട്ടാൻ വന്നു. ഞാൻ അവന് ഒറ്റ ചവിട്ട് കൊടുത്തു. ആ ചവിട്ടും കൊണ്ട് അവൻ തെറിച്ചു പോയി വീണത് ബാറിന്റെ ഗോഡൌണില്ല. അവന്റെയും തല പൊട്ടി, 100 കുപ്പിയും പൊട്ടി. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ബോസേ. അതിന് അവരെന്നെ പോലീസ് സ്റ്റേഷനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയത്. മോനെ, ഒരു കാര്യം കേൾക്കണോ? പോലീസുകാരെ പറഞ്ഞ എന്താണെന്നറിയോ? റോബോട്ടിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന്. അതുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. മിക്കവാറും അവര് അവന് വേണ്ടിട്ട് ആ വകുപ്പ് എഴുതി ചേർക്കും. ആ അച്ഛൻ എന്തായാലും അവനോടൊന്ന് ഫോൺ കൊടുത്തേ. എന്നാ സംസാരിക്കും. ബോസേ, നിന്നെ ഇനി അവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല. അതുകൊണ്ടേ എന്റെ പൊന്നുമോനെ തിരിച്ച് അമേരിക്കയിലോട്ട് വരാനേ റെഡി ആയിക്കോ. അയ്യോ അങ്ങനെ പറയല്ലേ ബോസേ. ഞാൻ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, സത്യം. ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം ബോസേ. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകല്ലേ ബോസേ, പ്ലീസ്. ശരി ശരി, പക്ഷെ ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ്, കേട്ടല്ലോ?